പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE വീക്ക്ലി എപ്പിസോഡ്സിൻ്റെ സമയ വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് വരെ WWE എപ്പിസോഡ്സിൻ്റെ സമയത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുലർച്ചെ 12:30 മുതലാണ് ആരംഭിക്കുന്നത്. റോ എപ്പിസോഡും ജർമ്മനിയിൽ വെച്ചിട്ടാണ് അടുത്ത ചൊവ്വാഴ്ച നടക്കുന്നതും അതും 12:30 മുതലാണ് പുലർച്ചെ ആരംഭിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന എപ്പിസോഡ്സ് മറ്റ് സ്ഥലങ്ങളിൽ അയർലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ 1:30 മുതലായിരിക്കും പുലർച്ചെ ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. എന്തായാലും ഈ 2 വീക്കിലി എപ്പിസോഡ്സ് പുലർച്ചെ 12:30 മുതലാണ് ലൈവ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് സമയവ്യത്യാസത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. ഇൻ്റർനാഷണൽ ഷോകളായതുകൊണ്ട് തന്നെ വീക്കിലി എപ്പിസോഡ്സ് അതിഗംഭീരമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മത്സരം റെയ് മിസ്റ്റീരിയോ, പെൻഡ, ഡ്രാഗൻ ലീ തുടങ്ങിയവർ ടീം ആയിക്കൊണ്ട് ദ വിഷൻ ടീമിനെതിരെ ഒരു 6-man ടാഗ് ടീം മത്സരം കളിക്കുന്നതാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ CM പങ്കിനെ സഹായിക്കാൻ വേണ്ടി റെയ് മിസ്റ്റീരിയോ, പെൻഡ, ഡ്രാഗൻ ലീ തുടങ്ങിയവർ വന്ന് ദ വിഷൻ ടീമുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഇവരെ ആ റിങ്ങിൽ നിന്ന് അടിച്ചോടിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു 6-man ടാഗ് ടീം മത്സരം, 8-man ടാഗ് ടീം മത്സരം എന്നുള്ള രീതിയിലേക്ക് ഇനി വരുന്ന റോ എപ്പിസോഡ്സിലേക്കുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടമാണ്. ഡ്രാഗൻ ലീ എന്ന് പറയുന്ന യുവ താരത്തെ സംബന്ധിച്ച് റെയ് മിസ്റ്റീരിയോ പോലെയുള്ള ഒരു ഹോൾ ഓഫ് ഫെയിമറും പെൻഡയെ പോലെ നിലവിൽ കത്തി നിൽക്കുന്ന ഒരു റെസ്ലറുമായിട്ട് റിംഗ് ഷെയർ ചെയ്യാൻ സാധിക്കുമ്പോൾ ഡ്രാഗൻ ലീക്കാണ് അത് കൂടുതൽ ഉപകാരപ്പെടുക. കാരണം ഡ്രാഗൻ ലീ നല്ല കഴിവുള്ള റെസ്ലറാണ്. നല്ല സ്റ്റോറിയും നല്ല ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരം റോ എപ്പിസോഡിൽ കിട്ടുകയാണെങ്കിൽ ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഡ്രാഗൻ ലീക്ക് ഇപ്പോൾ തന്നെ നല്ല മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്, നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനുകളിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഡ്രാഗൻ ലീയുടെ ഫ്യൂച്ചർ ഭദ്രമാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ കൊണ്ട് ഏറ്റവും ഉപകാരമുണ്ടാകാൻ പോകുന്നത് ഡ്രാഗൻ ലീക്ക് തന്നെയായിരിക്കും. അപ്പോൾ കിടിലൻ സ്റ്റോറി, കിടിലൻ ടാഗ് ടീം മത്സരങ്ങൾ അടുത്ത റോ എപ്പിസോഡ്സിലൊക്കെ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ്, WWE ഹോൾ ഓഫ് ഫെയിമറായ റോ ബ്രാൻഡിലെ ഭാഗമായ നിക്കി ബെല്ലയുടെ പുതിയ കാമുകനെ സംബന്ധിച്ചാണ്. നിക്കി ബെല്ലയ്ക്ക് നിലവിൽ 40 വയസ്സാണ് പ്രായം. നിക്കി ബെല്ലയുടെ പുതിയ കാമുകൻ 22 വയസ്സുള്ള അമേരിക്കയിലെ തന്നെ ഒരു കായിക താരമാണ്. 22 വയസ്സ് എന്ന് പറയുമ്പോൾ നിക്കി ബെല്ലയുമായിട്ട് ഏകദേശം 20 വയസ്സിൻ്റെ അടുത്തൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഈ ഒരു ഡേറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് റൂമേഴ്സിൽ കേൾക്കുന്നത് ഇപ്പോൾ സത്യ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. നിക്കി ബെല്ല മുൻപ് ജോൺ സിനയുടെ കാമുകിയായിരുന്നു. പിന്നീട് അവരുടെ ആ ഒരു ബന്ധം ബ്രേക്ക് ആകുകയായിരുന്നു. ഇപ്പോൾ 22 വയസ്സ് പ്രായമുള്ള ഒരു അമേരിക്കൻ സ്പോർട്സ് താരത്തെയാണ് നിക്കി ബെല്ല പ്രണയിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ്, ഇന്ന് നടന്ന NXT വീക്ക്ലി എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന സ്പെഷ്യൽ എഡിഷനാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. NXTയുടെ പുതിയ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായിട്ട് ഈസി ഡെയിം എന്ന് പറയുന്ന റെസ്ലർ വിജയിക്കുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഈ തിയ ഹെയിൽ എന്ന് പറയുന്ന ചാമ്പ്യൻ ബ്ലേക്ക് മൺറോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ബ്ലേക്ക് മൺറോ ആ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തിയ ഹെയിലിന് പിറകിലൂടെ വന്ന് ആക്രമിച്ചു. ഇതേ NXT എപ്പിസോഡിൽ ടെറ്റൻ പാക്സ്ലി എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ഈസി ഡെയിം മത്സരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ മത്സരത്തിൽ ടെറ്റൻ പാക്സ്ലി ഈസി ടൈമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചതാണ്. പിന്നീട് തിയ ഹെയിൽ ഈ മത്സരം എന്തായാലും വേണമെന്നുള്ള രീതിയിലൊരു ഓപ്പൺ ചലഞ്ച് വെക്കുകയും ഈസി ടൈം ആ ഒരു മത്സരത്തിന് ആൻസർ പറഞ്ഞ് വരുന്നതും പിന്നീട് നടന്ന ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഈസി ടൈം പിൻഫോളിലൂടെ തിയ ഹെയിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വുമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം ഈ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന സ്പെഷ്യൽ എഡിഷൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന NXT ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ഒബാഫെമി TNA റെസ്ലിംഗിൻ്റെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലൈറ്റർ എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ഒബാഫെമി ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. മത്സരശേഷം ആ ടൈറ്റിൽ റിങ്ങിൽ വെച്ചിട്ട് ഒബാഫെമി NXTയിൽ നിന്ന് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. നമുക്കറിയാം ഇക്കഴിഞ്ഞ വീക്കിലെ എപ്പിസോഡ്സ് ആയ റോയിലും സ്മാക്ഡൗണിലും ഒബാഫെമി മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന വീഡിയോ പാക്കേജുകൾ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടാതെ ചാമ്പ്യൻഷിപ്പ് റിലിക്വിഷ് ചെയ്യുന്ന, ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് NXT റിങ്ങിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് വെച്ച് ഒബാഫെമി ചെയ്യുന്നതിലൂടെ ഒബാഫെമി ഇനി മെയിൻ റോസ്റ്ററിലേക്കാണ് വരുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇനി അത് ഏത് ബ്രാൻഡിലേക്കാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ
ഇനി ബാക്കിയുള്ളത്. കൂടാതെ NXTയിൽ നിന്ന് ജിവോൺ എവൻസ്, ട്രിക് വില്യംസ്, ജോർദൻ ഗ്രേസ് തുടങ്ങിയ റെസ്ലേഴ്സൊക്കെ മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് റോയിലും സ്മാക്ഡൗണിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതും NXT ജനറൽ മാനേജറായ അവ മെയിൻ ഇവന്റിലെ ഈ ഒരു മത്സരത്തിന് ശേഷം മറ്റ് അംഗങ്ങളോട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ NXTയിൽ നിന്ന് പുതിയ താരങ്ങളായിരിക്കും അവരുടെ മെയിൻ ഇവൻറ്റ് സീനിലേക്ക് വരാൻ പോകുന്നത്. നിലവിൽ മെയിൻ ഇവൻറ്റ് സീനിൽ തിളങ്ങി നിന്ന പലരും മെയിൻ റോസ്റ്റർ കോളപ്പോട് കൂടി ഇനി വരുന്ന ആഴ്ചകളിൽ ഡെബ്യൂ ചെയ്യുന്നത് കാണാൻ സാധിച്ചേക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിനെ സംബന്ധിച്ചാണ്. CM പങ്കിനെ പരിക്ക് പറ്റി CM പങ്ക് നിലവിൽ കൺകഷൻ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിൽ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകൾ നിങ്ങളിൽ പല കൂട്ടുകാരും കേട്ടിട്ടുണ്ടാകും. ഇന്നലെ നടന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒരു സൂയിസൈഡ് ഡൈവ് എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ CM പങ്കിൻ്റെ തല ഫ്ലോറിൽ അടിക്കുകയും തുടർന്ന് CM പങ്കിനെ ആ മത്സരത്തിൽ ചില നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെയാണോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തലയ്ക്ക് ഇഞ്ചുറി പറ്റിയെന്നും CM പങ്ക് നിലവിൽ കൺകഷൻ പ്രോട്ടോക്കോളിലാണ് ഉള്ളത് എന്നുള്ളതും ഈ റോ എപ്പിസോഡ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തേക്ക് വന്ന വാർത്തയായിരുന്നു. എന്നാൽ ഈ ഒരു റൂമേഴ്സിനെ എല്ലാം ഇപ്പോൾ PW ഇൻസൈഡർ തള്ളി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് CM പങ്കിനെ യാതൊരുവിധ കൺകഷൻ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലേക്കും പോവേണ്ട ഒരു സ്ഥിതിയില്ല എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് CM പങ്കിനെ നേരിയ രീതിയിൽ പോലും ഒരു പരിക്ക് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ CM പങ്കിന് പരിക്കുണ്ട്, CM പങ്ക് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നാണ് അല്ലെങ്കിൽ ഫേക്ക് ആണെന്നാണ് നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.